നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വിഭവം പനീർ ഗ്രീൻ പീസ് മസാല എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് പനീർ ഗ്രീൻ പീസ് മസാല തയ്യാറാക്കുന്നത് നോക്കാം. പനീർ ഗ്രീൻ പീസ് മസാല തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ പനീർ ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി പാത്രത്തിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ വറുത്തെടുക്കുമായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടും. നെയ്യ് നല്ലതുപോലെ ചൂടായി ഇതിലേക്ക് നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കിലോയോളം പനീറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പനീർ എല്ലാം തന്നെ നല്ല ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാ സൈഡും നല്ലതുപോലെ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പനീറെല്ലാം നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാൻ പനീർ വറുത്ത പാത്രത്തിലേക്ക് തന്നെ ആ നെയ്യിലേക്ക് തന്നെ 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നു. 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത്, 8-10 കാഷ്യൂനട്ട് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ടത്, 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തു. ഇത്രയും നമുക്ക് വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ സിം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പൊടികളുടെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം പോയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിന് തണുക്കുമ്പോൾ നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ തണുക്കാൻ വെക്കുന്നു. വഴറ്റിയതിന് ശേഷം തണുപ്പിച്ചിരിക്കുന്ന സവോള, തക്കാളി, കാഷ്യൂനട്ടും എല്ലാം നമുക്കൊരു മിക്സിയുടെ ബൗളിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഞാനിത് നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് നോക്കാം. സവാള, തക്കാളി എല്ലാം വഴറ്റിയെടുത്ത പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. മസാല ഞാൻ 2-3 മിനിറ്റായിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുന്നുണ്ടായിരുന്നു. നല്ലതുപോലെ മസാല വഴന്നു വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞു തുടങ്ങി. ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കറിക്ക് വേണ്ടതായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഏകദേശം 100 ഗ്രാം ഗ്രീൻ പീസ് ചേർക്കുന്നു. ഇത് ഞാൻ പച്ച ഗ്രീൻ പീസാണ് ഉപയോഗിക്കുന്നത്. ഉണങ്ങിയ ഗ്രീൻ പീസ് ആണെങ്കിൽ 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുക്കണം. ഇനി നമുക്ക് തീ കുറച്ചിടണം. ഈ മസാലയിൽ കിടന്ന് ആ ഗ്രീൻ പീസ് ഒന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 8-10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഇടയ്ക്കത് അടിപിടിക്കാതെ ഇളക്കിയിടുന്നുണ്ടായിരുന്നു. ഗ്രീൻ പീസെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല. ഒന്നുകൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പനീർ ഗ്രീൻ പീസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോടെ പനീർ ഗ്രീൻ പീസ് മസാല ഞാനിവിടെ തയ്യാറാക്കി. നിങ്ങളും ഇത് ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതെല്ലാം കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക. വീണ്ടും വ്യത്യസ്തമായ നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുകയും ചെയ്യുന്നു.